Yes, my dear students, today we start our today's class. ഒരു രണ്ട് പ്രോബ്ലങ്ങൾ നമുക്കൊന്ന് ചെയ്യണം കേട്ടാ. അതിലെ ഇന്ന് ചെയ്യുന്ന ആദ്യത്തെ പ്രോബ്ലം നോക്കിക്കോളൂ, ഒന്ന് വായിക്കാം. അതൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മതി അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാനായിട്ട്. എ സ്റ്റോൺ ഡ്രോപ്ഡ് ഇൻ ടു എ വെൽ ഈസ് ഹെഡ് ടു സ്ട്രൈക്ക് ദ വാട്ടർ ആഫ്റ്റർ 2 seconds. എന്തായി പറയുന്നത്? കിണറ്റിലേക്ക് നമ്മൾ ഇതേ ഒരു കല്ല് അങ്ങിടുന്നു. കല്ലിടുമ്പോൾ നമുക്കറിയാം that will travel down and strike the water. കല്ല് താഴേക്ക് സഞ്ചരിച്ച് വെള്ളത്തിൽ വന്ന് തട്ടി. Then that sound, വെള്ളത്തിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, travels back, താഴെ പുറകിലേക്ക് സഞ്ചരിച്ച് then reaches to our ear, നമ്മുടെ ചെവിട് വരെ എത്തും, ചെവി വരെ എത്തുന്നു. അപ്പം അതിനായിട്ട് the total time consumed is 2 seconds. കല്ല് താഴേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എടുത്ത സമയം പ്ലസ് ശബ്ദം കിണറ്റിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് തിരിച്ച് നമ്മുടെ ചെവിയിലേക്ക് എത്താനായിട്ട് എടുത്ത സമയം, രണ്ടിനും കൂടിയിട്ട് 2 സെക്കൻഡ്. T1 + T2. ആദ്യത്തെ കേസ് നമുക്ക് T1 ആയിട്ട് എടുക്കാം. കല്ല് അങ്ങോട്ട് പോയത് നമുക്ക് T1 ആയിട്ട് കണക്കാക്കാം, അല്ലെങ്കിൽ കേസ് 1 ആയിട്ട് എടുക്കാം. ശബ്ദം തിരിച്ച് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നത് കേസ് 2 ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടിനും കൂടിയിട്ട് 2 seconds. ഇനി എന്താണ്? ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് വെൽ. ആ കിണറിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് നമ്മൾ കാണണം. ഇൻ അഡീഷൻ ദ വെലോസിറ്റി ഓഫ് ദി സൗണ്ട് ഈസ് ഗിവൺ. ആ സൗണ്ട് വെലോസിറ്റി തന്നിട്ടുണ്ട്. സൗണ്ട് ട്രാവൽ ചെയ്ത് കിണറ്റിൻ്റെ അടിയിൽ നിന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ ചെവി വരെ എത്തിയല്ലോ, മുകളിലേക്ക് വരെ എത്തിയല്ലോ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി, സൗണ്ട് വെലോസിറ്റി ഈസ് ടേക്കൺ ആസ് 340 meter/second. 340 meter/second. അപ്പോൾ ഈ ഡാറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് we have to find out the depth of well. കിണറിന്റെ താഴ്ച എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു കാര്യം ആലോചിക്കണം. കല്ല് കിണറ്റിലേക്ക് താഴേക്ക് പോകുമ്പോൾ ദാറ്റ് വിൽ ബി ആക്സിലറേറ്റഡ്. ജി ഉണ്ടാവും അല്ലേ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് കാരണം ദാറ്റ് വിൽ ബി ആക്സിലറേറ്റഡ്. നമ്മുടെ കയ്യിലിരുന്നായിരുന്ന കല്ലാണ്. 0 വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 0. കല്ലിന്റെ കാര്യത്തിൽ ഇനീഷ്യൽ വെലോസിറ്റി 0. കൈ വിട്ട് കഴിഞ്ഞ വഴിക്ക് the stone travels down with an acceleration of g 9.81 meter/second². ആക്സിലറേഷനോട് കൂടി സ്പീഡ് കൂടി 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 അങ്ങനെ അങ്ങോട്ട് പോകും. അവസാനം ഒരു ഹൈ വെലോസിറ്റിയിൽ ഇടപെടും. തിരിച്ച് സൗണ്ട് തിരിച്ച് മുകളിലേക്ക് സഞ്ചരിക്കുന്നത് എങ്ങനെയായിരിക്കും? ആക്സിലറേഷൻ ഉണ്ടാവും? നോ, ഇറ്റ് ഈസ് അസ്യൂംഡ് ആസ് യൂണിഫോം വെലോസിറ്റി. ആക്സിലറേഷൻ ഒന്നുമില്ല, റിട്ടാർഡേഷനും ഇല്ല, ആക്സിലറേഷനും ഇല്ല. ഓക്കെ, it travels with a uniform velocity of 340 meter/second. ഇതാണ് അതിന്റെ കണക്കിന്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, ഹിയർ വി ക്യാൻ ടേക്ക് ദ ഫോളിംഗ് ഓഫ് സ്റ്റോൺ ടു വാട്ടർ ആസ് ദി കേസ് 1. താഴേക്ക് കല്ല് പതിക്കുന്നത്, കല്ല് താഴേക്ക് പോകുന്നത് കേസ് 1 ആയിട്ട് എടുക്കുക. ആൻഡ് സൗണ്ട് അവിടേക്ക് എത്തുമ്പോൾ വെള്ളത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരുമല്ലോ, ഇറ്റ് ഈസ് ടേക്കൺ ആസ് കേസ് 2. അത് രണ്ടാമത്തെ കേസായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സെപ്പറേറ്റ് കേസ്, ഒന്നാമത്തെ കേസ് ആദ്യം എടുക്കാം അല്ലേ. നോക്കാം. ഹിയർ ദ ടൈം കൺസ്യൂംഡ് ടു റീച്ച് ദ സ്റ്റോൺ ടു വാട്ടർ T1. ശരിയല്ലേ? കല്ല് വെള്ളത്തിൽ എത്താൻ വേണ്ടി എടുത്ത സമയം T1 എന്ന് എടുക്കാം. ആൻഡ് ടൈം കൺസ്യൂംഡ് ടു റീച്ച് ദ സൗണ്ട് ഫ്രം വാട്ടർ ടു ടോപ്പ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നിന്ന് മുട്ടുമ്പുണ്ടായ സൗണ്ട്, ആ സൗണ്ട് വെലോസിറ്റി, സൗണ്ട് ട്രാവൽ ചെയ്ത് നമ്മുടെ ചെവിട്ടിലേക്ക് എത്താനായിട്ട് എടുത്ത സമയം, അത് T2 ആയിട്ട് എടുക്കാം. രണ്ടും കൂടി കൂട്ടിയാൽ T1 + T2 വിൽ ബി 2 seconds. 2 means 2 seconds ആണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. T1 + T2 = 2 seconds. ഇതിനെ നമുക്ക് വേണമെങ്കിൽ റീറൈറ്റ് ചെയ്ത് എഴുതാം. ഇത് ശരിയാണ്. T1 + T2 = 2. അങ്ങനെയാണെങ്കിൽ T2 എത്ര വരും? T1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി പോരെ അല്ലേ, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി പോരെ. 2 - T1 ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം. അങ്ങനെ എഴുതി എവിടെ വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി കല്ല് സഞ്ചരിച്ച ദൂരവും സൗണ്ട് സഞ്ചരിച്ച ദൂരവും ഈക്വൽ ആവില്ലേ? ഈക്വൽ ആണ്. കിണറിന്റെ മുകളിൽ നിന്ന് കല്ല് താഴേക്ക് സഞ്ചരിച്ചു അല്ലേ, കിണറിന്റെ അടിത്തട്ട് വരെ അല്ലെങ്കിൽ വെള്ളം വരെ. സൗണ്ടോ? സൗണ്ട് വെള്ളം മുതൽ മുകളിലേക്ക് കിണറിന്റെ മുകൾ തട്ട് വരെ. ബോത്ത് ആർ സെയിം.
അതാണ് ഈ S1 is equal to S2 എന്ന് പറയാനായിട്ട് കാരണം. കേസ് 1-ലത്തെ S1 എന്ന് പറഞ്ഞാൽ സ്റ്റോൺ സഞ്ചരിച്ച ദൂരം അല്ലേ? ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സ്റ്റോൺ ഈസ് S1 ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സൗണ്ട് ഈസ് S2, ബോത്ത് ആർ ഈക്വൽ. അത് വെറുതെ നമ്മളങ്ങ് എഴുതി S1 is equal to S2 എന്ന് നമ്മൾ എഴുതി വെച്ചിരിക്കും. ഓക്കെ, നോക്കാം. നമ്മൾ ഇന്നലെ കുറെ ഫോർമുലകൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസാണ് കേസ് 1 ആണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. കേസ് 1 അല്ല, രണ്ടും ഒന്നിച്ചെടുക്കാൻ കുഴപ്പമില്ല. ഇവിടെ ഇപ്പൊ ആദ്യം എടുത്തേക്കുന്നത് കേസ് 1 ആണ്, ഇത് കേസ് 2 കേട്ടോ. കേസ് 1-ലെ S1 അതായത് ഡിസ്പ്ലേസ്മെന്റ്, കല്ല് സഞ്ചരിച്ച ദൂരം S1 എത്രയാന്ന് നമുക്കറിയില്ല. ദാറ്റ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് ദിസ് ഫോർമുല. നമ്മൾ ഇന്നലെ കണ്ടതാണ്. UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. പിന്നെ 1 എന്ന് കൊടുക്കാൻ കാരണം കേസ് 1 ആയതുകൊണ്ട് S എന്നുള്ളത് നമ്മൾ S1 ആക്കി, U എന്നുള്ളത് U1 ആക്കി, T എന്നുള്ളത് T1 ആക്കി. ആ ഒരു മാറ്റങ്ങൾ. ഓക്കെ, S1 ഉം S2 ഉം ഈക്വൽ ആണ്. നെക്സ്റ്റ് മുന്നത്തെ സ്റ്റൈൽ ഇവിടെ എഴുതി വെച്ചുള്ളൂ നമ്മൾ അല്ലേ. S1 ആൻഡ് S2 ആർ ഈക്വൽ. S1 ഇങ്ങനെ കണ്ടുപിടിക്കാം, S2 ഇങ്ങോട്ട് കണ്ടുപിടിക്കാം, ബോത്ത് ആർ. എന്താ ഇത് ഇങ്ങനെ എഴുതാൻ കാരണം? S2 is equal to V2 into T2. ഇത് യൂണിഫോം വെലോസിറ്റിയാണ്. സൗണ്ട് ആക്സിലറേഷനും ഇല്ല, റിട്ടാർഡേഷനും ഇല്ല. ഇത് ട്രാവൽസ് വിത്ത് യൂണിഫോം വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ സഞ്ചരിച്ച ദൂരം ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണും? വെലോസിറ്റി ഇൻറ്റു ടൈം, അത്രയല്ലേ വേണ്ടോ? V2 into T2. ദാറ്റ് എനിവേ ദീസ് ടു ആർ ഈക്വൽ. ഈ കാണുന്നത് U1 T1 പ്ലസ് ഹാഫ് G T1 സ്ക്വയർ എന്ന് വെച്ചാൽ S1 will be equal to V2 into T2, അതായത് S2. അപ്പൊ ഇത് ഈക്വൽസ് ഇത്, അതങ്ങ് എഴുതി വെച്ചേക്കുന്നത് കേട്ടാ. ഇത് സമം ഇത്. ഇനി അതൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഈ U1 എന്ന് പറഞ്ഞാൽ എന്താണ്? U1 കല്ലാണല്ലേ, കല്ല് താഴേക്ക് പോകുന്നു. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഈസ് U1. ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരിക്കും? എന്റെ കയ്യിലായിരിക്കുന്നത് U1 will be 0. അതാണ് ഇവിടെ 0 എന്ന് എഴുതാൻ കാരണം. U1 is 0. T1 അറിയില്ല, അതുകൊണ്ട് T1 തന്നെ എഴുതി. ഓക്കെ, ഹാഫ് എഴുതി, ജി തന്നെ എഴുതി. T1 അറിയാത്തത് കൊണ്ട് തന്നെ എഴുതി. അറിയുന്നത് ആകെ കൂടി U ആണ്, അപ്പൊ അത് എഴുതി. U is equal to 0. ദെൻ S2 ഒക്കെ വിട്ടേക്ക്. V2 എന്ന് പറഞ്ഞാൽ സൗണ്ട് വെലോസിറ്റി, സൗണ്ടിന്റെ വെലോസിറ്റി 340 അല്ലേ. അത് എവിടെ എഴുതി? 340 ഇൻറ്റു T2 എന്ന് വേണമെങ്കിൽ എഴുതാമായിരുന്നു. പക്ഷെ T2 എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എഴുതാലോ. T2 is nothing but 2 minus T1. കാരണം T1 plus T2 is equal to 2 നമ്മൾ പറഞ്ഞല്ലോ. അതിന് T2 കാണുമ്പോൾ 2 minus T1 അല്ലേ. അപ്പോ T2 എന്നതിന് പകരം 2 minus T1. ഒരു അൺനോൺ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. രണ്ട് T1 ഉം T2 കൂടി ഇതിൽ കിടന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ T2 എന്ന് എവിടെ കണ്ടാലും കണ്ടോ, T2 is equal to 2 minus T1. എവിടെ T2 എന്ന് കണ്ടാലും 2 minus T1 എന്ന് നമുക്ക് എഴുതാം. So we write here, instead of T2 we can write 2 minus T1. It is given here. അങ്ങനെ കൊടുത്തു. In this equation only unknown is T1. ഇവിടെ ഒരു T1 ഉണ്ട്, ഇവിടെ ഒരു T1 ഉണ്ട് അല്ലെ. T1 മാത്രം, T1 സ്ക്വയർ. ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ള സാധനം T1 മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടേം 0 ആയിട്ട് പോയില്ലേ. 0 into T1, this term becomes 0. Became 0, this one. ഇനി ഇതോ ഹാഫ് ഇൻറ്റു G 9.81 ഇൻറ്റു T1 സ്ക്വയർ ഇവിടെ എഴുതി. ഇത് ആദ്യം ഇത് രണ്ടും കൂടി ഗുണിക്കും അല്ലേ. 680. പിന്നെ ഈ മൈനസ് ആണ് ഈ കാണുന്നത് അല്ലെ, മൈനസ് 340 ഇൻറ്റു T1 ഇത് കാണുന്നു. ഇനി ഇതിനെ എല്ലാത്തേനെയും കൂടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മതി. ഇതിനെ രണ്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഈ മൈനസ് 340 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും, കണ്ടില്ലേ, പ്ലസ് ആയി. C680 ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 680 ആവും, ഈക്വൽ 0. നൗ ഇറ്റ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറി. If ax square plus bx plus c is equal to 0, x equals minus b plus or minus root of b squared minus 4ac all divided by 2a. ഇതൊക്കെ നമ്മൾ ചെറിയ ഫോർമൽ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രം വിച്ച് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് T1 സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് പ്രത്യേകിച്ച് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ പുസ്തകം എടുക്കുക, ചെയ്ത് നോക്കുക. ഇതാണ് എ എന്ന് പറഞ്ഞാൽ 4.905 A. ബിയോ 340 ആണ് ബി. സി -680.
നെഗറ്റീവ് ഇത് എടുക്കാൻ മറക്കരുത്. നെഗറ്റീവ് സി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 680. ഓക്കെ, ഇതൊക്കെ കൊടുത്തുകൊണ്ട് യു ക്യാൻ സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ T1. T1 എത്രയാണെന്നുള്ളത് നമുക്ക് അപ്പോൾ കിട്ടും. T1 ഈക്വൽസ് 1.95 സെക്കൻഡ് എന്ന് കിട്ടും. ചെയ്ത് നോക്കണം, ഇതിന് വെറുതെ കേട്ടിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. ഇപ്പം ഈ പറഞ്ഞ് കേട്ടോടത്തോളം വെച്ചുകൊണ്ട് നിങ്ങൾ പുസ്തകം എടുക്കുക. ഈ പറഞ്ഞ കാരണം ഇപ്പോൾ കേട്ടല്ലോ, ഒന്ന് റീവൈൻഡ് ചെയ്യുക. സ്ലൈഡ് 2 താഴ്ത്തി പുറകിലേക്ക് പോട്ടെ. ഇവിടെ നിന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. T1 കാണാൻ വരെയുള്ള മാർഗങ്ങൾ, അതിൻ്റെ ലോജിക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. T1 എന്താണെന്ന് ആദ്യം നോക്കണം. T1 എന്ന് പറഞ്ഞാൽ സ്റ്റോൺ താഴേക്ക് മൂവ് ചെയ്ത് കിണറ്റിലെ വെള്ളത്തിലേക്ക് മുട്ടുന്നത് വരെയുള്ള ടൈം, ദാറ്റ് ഇസ് T1. അതിനെടുത്ത ഡിസ്റ്റൻസ് S1. തിരിച്ച് മുകളിലേക്ക് എന്താണ് സഞ്ചരിക്കുന്നത്? സൗണ്ട് വിൽ ബി ട്രാവൽഡ് ഫ്രം വാട്ടർ ടു ടോപ്പ് ഓഫ് ദി വെൽ. കിണറിന്റെ മുകളിലേക്ക് സഞ്ചരിക്കും അല്ലേ. ദാറ്റ് ഡിസ്റ്റൻസ്, ബോത്ത് ഡിസ്റ്റൻസസ് ആർ ഈക്വൽ, ദാറ്റ് ഈസ് S1 is equal to S2. അതാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത് അല്ലേ. S1 is equal to S2 എന്ന് കൊടുത്തേക്കുന്നത് അതാണ്. പിന്നെ ടൈമിന്റെ കാര്യത്തിൽ താഴേക്ക് സഞ്ചരിച്ച കല്ലിന്റെ സമയം പ്ലസ് അവിടെ നിന്ന് സൗണ്ട് സഞ്ചരിച്ച് നമ്മുടെ ചെവി വരെ എത്താനായിട്ട് എടുത്ത സമയം, ടോട്ടൽ ടൈം T1 plus T2 വിൽ ബി 2 seconds. അതിനെയാണ് നമ്മൾ എന്ത് T2 is equal to 2 minus T1 എന്നൊക്കെ നമ്മൾ ആക്കിയത് അല്ലേ. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമുക്കറിയാവുന്ന ഫോർമുല, the displacement S can be find out by using the formula S is equal to ut plus half at square. ut plus half at square. ഇവിടെ എക്ക് പകരം ജി എടുക്കാൻ കാരണം എന്താണെന്ന് നമുക്കറിയാം, കണക്കിലേക്ക് ഇടുന്നത് അല്ലേ, ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ എക്ക് പകരം ജി എടുത്താൽ മതി. ജി ഈസ് ദി വാല്യൂ ഓഫ് ജി ഈസ് 9.81 meter per second square. that can be given here. ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ തിരിച്ച് സൗണ്ട് തിരിച്ച് കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് വിത്ത് യൂണിഫോം വെലോസിറ്റിയാണ്. അവിടെ ആക്സലറേഷൻ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ ഫോർമുല ഉപയോഗിച്ചത്. S is equal to Vt എന്നുള്ള ഫോർമുല, വെലോസിറ്റി ഇൻറ്റു ടൈം. ഡയറക്റ്റ്ലി ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിസ്റ്റൻസ്. ബോത്ത് ആർ ഈക്വൽ. S1 is equal to S2. ഇത് ഈക്വൽസ് ഇത്, അതിവിടെ എഴുതി. അറിയാവുന്ന വാല്യൂസ് ഒക്കെ കൊടുത്തു. യു നമുക്കറിയാം, U1 നമുക്കറിയാം. എന്താ കാരണം? അതെത്രയാണ്? കല്ല് താഴേക്ക് ഇടാൻ തുടങ്ങുന്ന, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുകയാണ്, വിട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് പോകുള്ളൂ, അതുവരെ അതിന് 0 വെലോസിറ്റിയാണ്. അപ്പോൾ U1 is 0. അപ്പോൾ ഈ ടേം അങ്ങനെ തന്നെ 0 ആയിട്ട് പോയി. ക്ലിയർ? പിന്നെ ബാക്കിയൊക്കെ അതേപോലെ തന്നെ. ഇതിൻ്റെ ഒന്നും വാല്യൂ നമുക്ക് അറിയില്ല, ആകെ കൂടി ജിയുടെ വാല്യൂ മാത്രമേ അറിയുള്ളൂ, ഇതിൻ്റെ അറിയില്ല. ഇതിന്റെ വാല്യൂ നമുക്കറിയാം, V2 അറിയാം. ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ പ്രോബ്ലം ഇറ്റ് സെൽഫ് ആസ് 340 meter per second. ദാറ്റ് ഈസ് ഗിവൺ ഹിയർ. T2 എന്നിവിടെ എഴുതിയില്ല, T2 എന്ന് എഴുതിയില്ല, പകരം ഇൻ ടേംസ് ഓഫ് T1 അതിനെ എഴുതി. നമുക്കറിയാം T2 is nothing but 2 minus T1. It is given here. നമ്മളിത് ഇവിടെ കൊടുത്തു. Then you will get a relation like this. In this relation there is only one unknown, that is T1. അതിന് ക്വാഡ്രാറ്റിക് ഫോർമുലയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു, ഒന്നുമില്ല, എല്ലാത്തിനും ഒരു സൈഡിലേക്ക് എടുത്തു, റൈറ്റ് സൈഡ് 0. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് T1. T1 കാണാനായിട്ട് പറ്റും. T1 കണ്ടു, 1.95 സെക്കൻഡ് എന്നുള്ളത് കിട്ടി. ഇത് T1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ T2 കാണാനായിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലേ. നമ്മൾ നേരത്തെ കണ്ട ഇതിലും ഇട്ട് കൊടുത്താൽ പോരെ. T1 plus T2 is equal to 2. ഇതിലും ഇട്ട് കൊടുത്താൽ പോരെ. T1 അറിയാപ്പോ, ഇപ്പൊ നമുക്ക് T1 അറിയാം, T2 ആണ് അറിയേണ്ടത്. T1 plus T2 സമം 2 ആണ് അത്രേ. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് T2 ഓൾസോ. എവിടെ എഴുതിയേക്കണു? അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാലും മതി അല്ലേ. ബോത്ത് എങ്ങനെ ആയിക്കോട്ടെ. ഫ്രം ദാറ്റ് റിലേഷൻ T2 ഈക്വൽസ് 2 minus T1 നമുക്കറിയാം. അപ്പോൾ 2 minus T1 means 1.95 0.05 അല്ലേ. അപ്പോൾ സമയം നമുക്ക് കിട്ടി ഓരോന്നിൻ്റെയും. T1 കിട്ടി, T2 കിട്ടി. നമുക്ക് കാണേണ്ടത് ഒന്നുമല്ല, ടൈമൊന്നല്ല നമുക്ക് കാണേണ്ടത്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഡെപ്ത് ഓഫ് വെല്ല്. ഒന്നുകിൽ S1, ഡെപ്ത് ഓഫ് വെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ കല്ല് സഞ്ചരിച്ച ദൂരം, സ്റ്റോൺ സഞ്ചരിച്ച ദൂരം, ഓർ
സൗണ്ട് സഞ്ചരിച്ച ദൂരം. ബോത്ത് ആർ ഈക്വൽ. അതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ ദാറ്റ് ഈസ് ദ ഡെപ്ത് ഓഫ് വെൽ. അതാണ് കിണറിന്റെ താഴ്ച. കിണറിന്റെ താഴ്ച എന്നതല്ലേ കല്ല് സഞ്ചരിച്ച ദൂരം മുകളിൽ നിന്ന് താഴെ വരെ സഞ്ചരിച്ചു, അത് കണ്ടാൽ മതി. അല്ലെങ്കിൽ ശബ്ദം അവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ചു, അതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ പോരെ. ഏത് വേണമെങ്കിൽ കണ്ടോ, ഏത് എളുപ്പമെന്നുണ്ടെങ്കിൽ. എളുപ്പം എപ്പോഴും സൗണ്ടിന്റെ ആയിരിക്കും അല്ലേ. സൗണ്ട് ഇതേ നോക്കിക്കോളൂ. S2 ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു T2. സൗണ്ടിന്റെ വെലോസിറ്റി ഇൻറ്റു സൗണ്ടിന്റെ സഞ്ചരിക്കാൻ അടുത്ത സമയം. സൗണ്ട് സഞ്ചരിച്ച ദൂരം സമം സൗണ്ടിന്റെ വെലോസിറ്റി ഇൻറ്റു സൗണ്ട് സഞ്ചരിച്ച ടൈം. ഇത് രണ്ടും കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് S2. S2 കിട്ടിയാൽ മതി, അല്ലെങ്കിൽ S1 കണ്ടാലും മതി കേട്ടോ. എങ്ങനെയാ വേണമെങ്കിൽ കണ്ടോളൂ. S1 കണ്ടാൽ ഇത് വെച്ച് കണ്ടാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഒന്നുകിൽ ഇത് വെച്ച് കാണുക, അല്ലെങ്കിൽ ഇത് വെച്ച് കാണുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോളൂ. ഞാൻ പറഞ്ഞ ഇതാണ് എളുപ്പം. രണ്ട് ഈക്വൽ ആണല്ലോ, S1ഉം S2ഉം ഈക്വൽ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മതി. ഒന്നുകിൽ S1 കാണുക ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ S2 കാണുക ഇത് വെച്ചിട്ട്. S2 is equal to V2 into T2. S2 കാണാം, V2 340 into T2 നേരത്തെ കണ്ടുവച്ചിരിക്കല്ലേ 0.05 സെക്കൻഡ്. Then you will get an answer of 17 meters. That is the depth of well. Now this problem is over. ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു വേറൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്. ഇത്തരത്തിലുള്ള സിമിലർ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ്. Lot of problems are available in your textbook. Any textbooks can be referred. You can refer any textbook. But I feel the best one is the Benjamin's Engineering Mechanics by J. Benjamin. അതിലത്തെ പ്രോബ്ലംസ് ആണ് കൂടുതൽ എക്സാമിനേഷനൊക്കെ വന്ന് കാണുന്നത്. അതിലത്തെ നോക്കിയൊക്കെ ചെയ്യാം. Our next topic, velocity time curve. വെലോസിറ്റി ടൈം കർവ് ഒന്ന് നോക്കുക. നമ്മൾക്ക് ആദ്യം തന്നെ വെലോസിറ്റി ടൈം കർവ് എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്ന് ഒന്ന് നോക്കുക. ഒരു എക്സാമ്പിൾ ആണ്, സിമ്പിൾ എക്സാമ്പിൾ. വെലോസിറ്റി ഈസ് ടേക്കൺ ഇൻ ദി y ആക്സിസ്. വെലോസിറ്റി ഇവിടെ 0 വെലോസിറ്റി 10, 20, 40, 50, 60, 70 അങ്ങനെ പോയിരിക്കണം. എനി യൂണിറ്റ് ക്യാൻ ബി അസ്യൂംഡ്, മീറ്റർ പെർ സെക്കൻഡോ അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറോ. എനിവേ വെലോസിറ്റി ഈസ് ടേക്കൺ ഇൻ ദി y ആക്സിസ് and time is taken in the x-axis. X-axisൽ നമ്മൾ ടൈമും എടുത്തിരിക്കുന്നു. അങ്ങനെ ഓരോ ഇൻസ്റ്റന്റിലെയും ഓരോ ടൈമിൽ ഉള്ള വെലോസിറ്റി എത്രയാണെന്നുള്ളതിനനുസരിച്ചിട്ട് ഗ്രാഫ് ഈസ് പ്ലോട്ടഡ്. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ഈ സമയത്ത് ഈ കഴ്സർ നിൽക്കുന്ന സമയം ഉണ്ടല്ലോ, ഇവിടുത്തെ ടൈം, ആ ടൈമിലെ വെലോസിറ്റി വെച്ച് എങ്ങനെ കാണാം? ഡ്രോ എ വെർട്ടിക്കൽ ലൈൻ ടു ദിസ് ഗ്രാഫ്, then draw a horizontal line. ഇവിടെ നിന്ന് കിട്ടും അല്ലേ, ഇതായിരിക്കും അതിന്റെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടത്തെ വെലോസിറ്റി എത്രയാ? ഇവിടത്തെ വെലോസിറ്റി മുകളിലേക്ക് തന്നെ പൊന്തിക്കുക, ഗ്രാഫിൽ മുട്ടിക്കുക. ദിസ് ഈസ് ദ വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു ആക്സിലറേഷനോട് കൂടിച്ച് ഇവിടത്തെ വെലോസിറ്റി ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ വെലോസിറ്റി ഇത്രേ. ദാറ്റ് മീൻസ് ദർ ഇസ് എൻ ആക്സിലറേഷൻ. എം ഐ കറക്റ്റ്? വെലോസിറ്റി കൂടുന്നു ചേർത്ത് എന്താണ്? ദാറ്റ് ബോഡി ഹാസ് ബീൻ ആക്സിലറേറ്റിംഗ്. അതിന് ആക്സിലറേഷൻ ഉണ്ട്, അതിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടി 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 വരുന്നു എന്നല്ലേ അർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഇനി ഇല്ലാന്ന് വിചാരിക്കുക, ആക്സിലറേഷൻ ഇല്ല, യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെലോസിറ്റി ഇത്ര, കുറച്ച് കഴിഞ്ഞ് നോക്കിയാലും ഇത്ര തന്നെ, കുറച്ച് കഴിഞ്ഞ് നോക്കിയാലും ഇത്ര തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ദാറ്റ് ഈസ് യൂണിഫോം വെലോസിറ്റി. അതിന്റെ ഒരു ഗ്രാഫ് ഞാൻ ഒന്ന് കാണിച്ചേക്കാം. ദിസ് ഈസ് യൂണിഫോം വെലോസിറ്റി. വെലോസിറ്റി ഇവിടെ എടുത്തേക്കണു, ടൈം നമ്മൾ എടുത്തേക്കണു. ഈ ഇൻസ്റ്റന്റില് അതിന്റെ വെലോസിറ്റി എത്രയാണ്? കുറച്ച് കഴിഞ്ഞ് നോക്കിയാലും വെലോസിറ്റി തന്നെ, പിന്നെയും കുറെ കഴിഞ്ഞ് നോക്കിയാലും വെലോസിറ്റി തന്നെ. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് നോൺ ആസ് ദി യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയുടെ ഇങ്ങനെയായിരിക്കും. ഇത് ആക്സിലറേഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കർവായിട്ട് ഇങ്ങനെ വരാനായിട്ട് കാരണം, ഇൻക്രീസിങ് കർവായിട്ട് ഇങ്ങനെ വരാൻ കാരണം. മറ്റൊരു റിട്ടാർഡേഷൻ ആണെങ്കിൽ ഇത് ഇങ്ങനെ വന്നേനെ, ഇവിടുന്നത് വലിയ വെലോസിറ്റിന്ന് കുറഞ്ഞ് 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 ഇങ്ങനെ വന്നത്. ഓക്കെ, ഇന്ന് വായിച്ചു നോക്കിയാൽ വെറുതെ വെലോസിറ്റി ഇൻ y ആക്സിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. വെലോസിറ്റി y ആക്സിസിൽ,
ടൈം ഇൻ എക്സ് ആക്സിസ്, ടൈം എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നു. ദി ഒബ്റ്റൈൻഡ് കർവ് ഈസ് വെലോസിറ്റി ടൈം കർവ്. അങ്ങനെ കിട്ടുന്ന കർവ് നമ്മൾ എന്ത് പറയും? വെലോസിറ്റി ടൈം കർവ് എന്ന് പറയും. ക്ലിയർ? വെലോസിറ്റി ടൈം കർവ്. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം കർവ് ഷോസ് ദ ഡിസ്പ്ലേസ്മെന്റ് എസ്. അതാണ് അടുത്ത പോയിന്റ്. ഈ വെലോസിറ്റി ടൈം കർവ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ എന്ന് വിചാരിക്കുക ടോട്ടൽ. അതിന്റെ അടിയിലുള്ള ഏരിയ, ചെറിയ ഏരിയ അല്ല, ടൈ കാണിച്ചേക്കുന്നല്ല പറഞ്ഞത്, ടോട്ടൽ. ഇവിടെ നിന്ന് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ താഴേക്ക് വയ്ക്കുക, എന്നിട്ടുള്ള ബാക്കിയുള്ള ഫുൾ ആ ഏരിയ ഉണ്ടല്ലോ, ദാറ്റ് ഏരിയ റെപ്രസെന്റ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ദാറ്റ് ഏരിയ ഇൻഡിക്കേറ്റ്സ് ദി ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ചെറിയൊരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറ്. ഇവിടെ ചെറിയൊരു സ്ട്രിപ്പ് നമ്മളിത് കൺസിഡർ ചെയ്യുന്നു. ആ സ്ട്രിപ്പിന്റെ ഏരിയ എത്ര വരും? ഇതേ ഈ ടൈം ഡിഫറൻസ് dt, ആ സമയത്തുള്ള വെലോസിറ്റി v ആണെങ്കിൽ ഈ സ്ട്രിപ്പിന്റെ ഏരിയ എത്ര വരും? v dt അല്ലേ വരാ. ഈ സ്ട്രിപ്പിന്റെ ഏരിയ ഹൈറ്റ് ഇതേ v, ഇതൊരു റെക്ടാങ്കിൾ ആയിട്ട് സങ്കല്പിക്കണം. ഈ ചെറിയൊരു വ്യത്യാസം കൺസിഡർ ചെയ്യണില്ല, നമ്മൾ പോട്ടെ, മൈൻഡ് ചെയ്യണില്ല, സ്ട്രെയിറ്റ് ലൈൻ എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയാ ഈ സ്ട്രിപ്പിന്റെ? v. ഇതിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? dt. അപ്പൊ അതിന്റെ ഏരിയ എത്ര വരും? v ഇൻറ്റു dt. അതാണ് ഈ സ്ട്രിപ്പിന്റെ ഏരിയ. ടോട്ടൽ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പിന്റെ ഏരിയ അല്ലല്ലോ, എന്താ ചെയ്യേണ്ടത്? അതിനെ ഇന്റഗ്രേറ്റ് അല്ലേ ചെയ്യുക. ഇന്റഗ്രൽ v dt ഈക്വൽസ് എസ്. അങ്ങനെയാണ് ഇതിന്റെ ഏരിയ കണ്ടെത്തിയിട്ടാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനായിട്ട് നമുക്ക് കഴിയുക. ഏരിയ കണ്ടാൽ മതി കേട്ടാ. ഓക്കെ. ദ സ്ലോപ്പ് ഓഫ് ദി കർവ് ഇൻഡിക്കേറ്റ് ദ ആക്സിലറേഷൻ. അതുപോലെ തന്നെ ഇതിന്റെ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ കർവിന്റെ അവിടെ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കും. ഇതാണ് അതിന്റെ ടാൻജന്റ് കേട്ടാ. ഞാൻ കാണിക്കാം. കഴ്സർ മൂവ് ചെയ്ത് നോക്ക്. ഇവിടം മുതൽ ഇവിടം വരെ ഇങ്ങനെ കഴ്സർ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന, ദാറ്റ് ഈസ് കഴ്സർ മൂവ്മെന്റ്. ഇത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആ ഡിസ്റ്റൻസ് ഉണ്ട്, അതിന് ടാൻജന്റ് എന്ന് വിചാരിക്കും. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ. സ്ലോപ്പ് മീൻസ് ടാൻ തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓക്കെ, ദേ ഈ ലൈനിന്റെ, ഈ കാണുന്ന കഴ്സറിന്റെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഈ ലൈനിന്റെ ടാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ടാൻ തീറ്റ വിൽ ബി ഓപ്പോസിറ്റ് സൈഡ് എത്ര വരും? ഓപ്പോസിറ്റ് സൈഡ് dv ആയിരിക്കില്ലേ, ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും, ഡിവൈഡഡ് ബൈ ഹൈറ്റിലുള്ള ഡിഫറൻസ് ആണ് dv. ദെൻ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്തായിരിക്കും? dt ആയിരിക്കും. dv ബൈ dt, ദാറ്റ് വിൽ ബി ദ ആക്സിലറേഷൻ. ഇത്രയ്ക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന നേരത്ത് കൂടുതൽ മനസ്സിലാവും. യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെലോസിറ്റി ടൈം കർവ് ഇങ്ങനെയായിരിക്കും, ഈ കാണുന്ന പോലെ ആയിരിക്കും. ഞാനത് പറയുകയും ചെയ്തു അല്ലേ. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇതിനകത്തൊരു ആക്സിലറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ വന്നേനെ, റിട്ടാർഡേഷൻ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്നേനെ. ഓക്കെ, യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ. യൂണിഫോം വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈ ഏരിയ അല്ലേ, ഈ ഏരിയ എങ്ങനെ കാണും? ഇവിടത്തെ വെലോസിറ്റി v ഓർ u ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റി ഒക്കെ സെയിം, യും വിയും ഒക്കെ ഇതിന്റെ ഒന്നാണ് യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അല്ലേ. ഇത് u, ഇവിടത്തെ v, ബോത്ത് ആർ സെയിം, രണ്ടിനും ഈക്വൽ വാല്യൂ ആയിരിക്കും. എനിവേ ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ ഹൈറ്റ് അല്ലെ, നീളമിന്റെ വീതി അല്ലേ, ഇതെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ u, ദിസ് ഡിസ്റ്റൻസ് ഇസ് t, അപ്പൊ u ഇൻറ്റു t, വെലോസിറ്റി ഇൻറ്റു ടൈം. നേരത്തെ ടൈമിന്റെ കാര്യം, മറ്റേ യൂണിഫോം വെലോസിറ്റിയിലെ ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. ഈ ഏരിയ കണ്ടാലും അങ്ങനെ തന്നെയാണ് വരിക, ഈ രീതിയിൽ കണ്ടാലും അങ്ങനെ തന്നെ വരും, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് വരും. ഓക്കെ, ഇനി യൂണിഫോം വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി ആർ ഈക്വൽ, ശരിയാണല്ലോ. ദാറ്റ് മേ ബി ടേക്കൺ ആസ് യു എടുക്കാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ v എടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിവേ ഏരിയ, ഇതിന്റെ ഏരിയ എങ്ങനെയാ കാണാം? ദി ഹൈറ്റ് ഇൻറ്റു ഈ ലെങ്ത് അല്ലേ, ഹൈറ്റ് ഈസ് u ആൻഡ് ലെങ്ത് ഈസ് t, u ഇൻറ്റു t, ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇത് വേറൊരു കേസാണ്.
കേസ് 2 യൂണിഫോം ആക്സിലറേഷൻ. ഇതാണ് നമ്മുടെ കർവ് എന്ന് വിചാരിച്ചോളൂ കേട്ടോ. വെലോസിറ്റി ടൈം കർവ്. ഈ കാണുന്ന ഇൻക്ലൈൻഡ് ലൈൻ നോക്കാം. ഇൻക്ലൈൻഡ് ലൈൻ ഇതിന് സ്റ്റാർട്ടിങ്ങിൽ ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെലോസിറ്റി ഇത് കൂടുന്നു. കൂടി 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 പോയിട്ട് എവിടേക്ക് വരെ എത്തി അല്ലേ? ഫൈനൽ വെലോസിറ്റി വി ഇതായി. കാര്യം മനസ്സിലായില്ലേ? ഇനീഷ്യൽ വെലോസിറ്റി യു ആണ് ഈ കാണുന്നത്. ഫൈനൽ വെലോസിറ്റി വി ആണ് ഈ കാണുന്നത്. വി വി ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ ആണ് അല്ലേ? ഈ കർവിന്റെ അടിയിലുള്ള ദി ടോട്ടൽ ഏരിയ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ് ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ വരും ടോട്ടൽ ഏരിയ? ഈ റെക്ടാങ്കിളിന്റെ ഏരിയ, ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ, രണ്ടും കൂടി കൂട്ടിയാലാണ് കിട്ടുക. ഈ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ഇതിന്റെ ഏരിയ കാണണം പ്ലസ് ഇതിന്റെ ഏരിയ അല്ലേ? രണ്ടും കൂടി കാണണം. മനസ്സിലായല്ലോ? അപ്പൊ അതെങ്ങനെ കാണുന്നു നോക്ക്. ഇതിന്റെ ഏരിയ നമ്മൾ നേരത്തെ കണ്ടതല്ലേ? ഇതിന്റെ ഏരിയ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഏരിയ നമ്മൾ നേരത്തെ കണ്ടതല്ലേ? ഇവിടെ നോക്കിയാൽ മതി. ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ വെലോസിറ്റി യു ആയിരുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി വി ആയി. എന്തുമാത്രം വർദ്ധിച്ചു? അതെങ്ങനെ കാണാൻ പറ്റും? അത് AT, ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ ടൈം ആണല്ലോ. അതിനെ ടൈം കൊണ്ട്, ടോട്ടൽ ടൈം കൺസ്യൂമർ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ കാണുന്നത് അല്ലെ? ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഇൻറ്റു ടൈം വിൽ ബി ദ ഇൻക്രീസ് ഓഫ് ദാറ്റ് വെലോസിറ്റി. അപ്പൊ ഈ ഇത്ര ഉണ്ടായിരുന്ന ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് അത് ഇത്രയ്ക്ക് കൂടി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കൂടിയ അളവ് എത്രയായിരിക്കും? AT ആയിരിക്കും. ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടത്തെ വെലോസിറ്റി സമം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് AT ആയിരിക്കും. വി ആണ് കാണേണ്ടത്, അത് യു. ഇവിടെ വരെ യു, ഇവിടെ തൊട്ട് ഇവിടം വരെ AT, രണ്ടും കൂടി കൂട്ടിയതായിരിക്കും വി. ക്ലിയർ? പിന്നെ ടോട്ടൽ ഏരിയയിൽ നമുക്ക് കാണേണ്ടത് നമുക്ക് നോക്കാം. ഈ ഏരിയ കാണാം, പിന്നെ ഈ ഏരിയ കാണാം, രണ്ടും കൂടി കൂട്ടുക. ശരി, ഈ ഏരിയ എത്രയാ വരാ? UT അല്ലേ വരാ? ഇവിടെ വരെ യു, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടി. യു ഇൻറ്റു ടി, റെക്ടാങ്കിളിന്റെ ഏരിയ വി ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ടി ഇവിടെ കിട്ടി. ഇതങ്ങനെയല്ല. ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ? ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണാം? ഹാഫ് BH അല്ലേ? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് അങ്ങനെ കാണാം. അപ്പൊ അതെങ്ങനെ കാണും? ഹാഫ് ഇവിടെ എഴുതി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? ടൈം അല്ലേ? ടി അല്ലേ? ടി, ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഹൈറ്റ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇതല്ലേ? ഹൈറ്റ് ശരിയല്ലേ? AT. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, AT ആണ് ഇതിന്റെ ഹൈറ്റ്, ട്രയാങ്കിളിന്റെ ഹൈറ്റ്. അപ്പൊ ഹാഫ് AT സ്ക്വയർ എന്ന് പറയും ഈ സാധനം. ഹാഫ് AT സ്ക്വയർ. ഇതിന്റെ UT, ഇതിന്റെയോ ഹാഫ് AT സ്ക്വയർ. രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ടോട്ടൽ ഏരിയ കിട്ടുക. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽസ് ടോട്ടൽ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ. രണ്ടും കൂടി കൂട്ടുമ്പോൾ UT പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് വരും. ഇതിന്റെ UT വരും, ഇതിന്റെ ഹാഫ് AT സ്ക്വയർ വരും. ഇതൊക്കെ ഒന്ന് ചെയ്താലാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. കൈയോടെ നിങ്ങളൊരു പുസ്തകത്തിൽ ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. ഇത് പോസ് ചെയ്തിട്ട് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. ക്ലിയർ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് എഴുതി വെച്ചിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. എസ് ടോട്ടൽ ഏരിയ. എസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ ഏരിയ. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, രണ്ടും കൂടി കൂട്ടുക അല്ലേ? അതിൽ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആദ്യം തന്നെ എഴുതിയേക്കുന്നു, UT. ഇതാണ് യു, ഈ ഹൈറ്റ് ആണ് യു, ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? ദെൻ ഈ ലെങ്ത് ആണ് ടി, ടൈം, അതാണ് UT. അപ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയ, ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് പ്ലസ് തന്നെ
ഇനി ഇതിന്റെ ഏരിയ എന്ന ഹാഫ് ബി എച്ച് എന്ന് വേണ്ടത്. ഹാഫ് ഇത് എവിടെ എഴുതി, ബി എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് ഇത്രയും ഡിസ്റ്റൻസ് ബി, അത് ടി അല്ലേ, ഒരു ടി ഇതിലത്തെ ഒരു ടി ഇതാണ് ഇതാ. പിന്നെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹാഫ് AT² UT പ്ലസ് ഹാഫ് AT² എന്ന് വരും. അങ്ങനെ നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞാൽ ഈ ഫുൾ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ ഗ്രാഫൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലം ചെയ്യാൻ പോണത്. ഇനി അതിന്റെ സ്ലോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ സ്ലോപ്പ് കേട്ടാ, ഈ കാണുന്ന ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, tan theta, tangent of this angle is known as tan theta of this angle is known as the slope. ഈ ആംഗിൾ ഇതാണ് ആംഗിൾ കേട്ടാ, ഇതിന്റെ tan theta എങ്ങനെയാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 80 അല്ലേ, അല്ലടോ 80 ബൈ അതിന്റെ അഡ്ജസന്റ് സൈഡ് ഇതല്ലേ ടി. ചുരുക്കി പറഞ്ഞാൽ AT/T ആയിരിക്കും അതിന്റെ സ്ലോപ്പ്. AT ഡിവൈഡഡ് ബൈ ടി. AT/T എന്ന് പറഞ്ഞാൽ അല്ലേ, ടീം വെട്ടിപ്പോവില്ലേ, ടീം വെട്ടിപ്പോയി ബാക്കി എ. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഓഫ് ദിസ് വെലോസിറ്റി ടൈം കർവ് ഇൻഡിക്കേറ്റ്സ് ദി ആക്സിലറേഷൻ. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ നമ്മൾ ഇതിനെ കുറിച്ചിട്ട്, ഈ വെലോസിറ്റി ഡയഗ്രത്തെ പറ്റിയിട്ട്, വെലോസിറ്റി ടൈം ഡയഗ്രത്തെ കുറിച്ചിട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? അതൊരു ഗ്രാഫാണ് അല്ലേ. ആ ഗ്രാഫിന്റെ y ആക്സിസിൽ വെലോസിറ്റി, x ആക്സിസിൽ ടൈം അങ്ങനെ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ഓരോ സമയത്തുള്ള അതിന്റെ വെലോസിറ്റി വെച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്ത് ഒരു ലൈൻ